ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റംലാൻ കരീം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. ഇന്ന് നമ്മൾ ജീരക കഞ്ഞിക്കൊക്കെ പറ്റിയൊരു കറി തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോളം ഉണ്ട് ഈ ചെമ്മീൻ. തേങ്ങ ചിരവിയത്, ചീര, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചീര നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുത്തതാട്ടോ. ചെറിയ ചട്ടിയിലൊക്കെ ചീര നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് വിത്തൊക്കെ പാവിയിട്ട് പച്ചച്ചീര കിട്ടിയ സമയത്ത് കുറച്ച് വിത്തൊക്കെ എടുത്തിട്ട് ഞാനത് നട്ട് വെച്ചു. അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറിയിലേക്ക് കിടക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആദ്യം തന്നെ ഇതുപോലൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട്, ഒരു 1/2 കപ്പ് വെള്ളം വെച്ച്, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ച് അളവിലോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇവിടെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നന്നാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിൻ്റെ ഞരമ്പെല്ലാം വലിച്ച് കളഞ്ഞിട്ട് വേണം നന്നാക്കാൻ കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ചെമ്മീൻ വേറിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്ക് ജീരകക്കഞ്ഞിക്കൊക്കെ നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റും. സാധാരണ നോമ്പുകാലത്തെ ഈ നോമ്പ് കഞ്ഞി എന്ന് പറയുന്നത്, അതായത് ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചേർത്തിട്ടാണത് നോമ്പ് കഞ്ഞി കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു ഒലത്തുനിന്ന് നിങ്ങളൊന്ന് നിശ്ചയമായും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വരുന്ന സമയമാണ് ഇതിൻ്റെ ഒരു വേവുന്ന പാകം. കണ്ടോ? അപ്പോൾ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു പാൻ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ, ഇതിങ്ങനെ കട്ടയായിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഉള്ളിയെല്ലാം നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ? നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഉപയോഗിക്കരുത്, ഉള്ളി തന്നെ ചേർക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഒരു 150 ഗ്രാമോളം ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഉള്ളി വേണം. 1/2 കിലോ ചെമ്മീൻ. ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കേണ്ട ആവശ്യമില്ല, ഗ്രേറ്റ് ചെയ്ത് നമുക്കിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഉള്ളി എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിക്കൊരു പ്രത്യേക സ്വാദാണ്. ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോൾ, തോരൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. സവാളയും നല്ലത് തന്നെയാണ്, പക്ഷേ സ്വാദ് കൂടുതൽ ഉള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഡിഷസിന് ഉള്ളി നമ്മൾ എടുക്കുന്നത്. ഒരുപാട് അത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് നമ്മളിത് വാട്ടിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം കൂടി നല്ലപോലെ വാടി വരുമ്പോഴേക്കും ഒരു 4 വറ്റൽമുളക് നമുക്ക് ഒന്ന് വട്ടം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനോടുകൂടി തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കരിവേപ്പില കഴുകുമ്പോൾ എപ്പോഴും ഉപ്പും മഞ്ഞളും കൂടി ലേശം ചേർത്തിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കരിവേപ്പിലയാണെങ്കിൽ, വീട്ടിലെ ആണെങ്കിൽ കുഴപ്പമില്ല. നല്ലപോലെ ഒരു തണ്ട് കരിവേപ്പില നമ്മൾ ചേർത്തു. ഇനി നമുക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, ആ ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചുകൂടെ അളവിൽ നമുക്ക് കിട്ടിയേനെ. ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് 1/2 കിലോ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. അപ്പോൾ ചെറിയ ചെമ്മീൻ നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്വാദും ഏറും. മാത്രമല്ല നമുക്ക് കുറച്ച് അധികം ഉണ്ടാവും, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചെമ്മീൻ ഇട്ട ശേഷം ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, 2 പിടി തേങ്ങ നമ്മളിവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല പച്ച തേങ്ങയാണ് കേട്ടോ. ഇത് നമ്മൾ ചെമ്മീൻ്റെ അളവ് പോലെ നമ്മൾ ഉള്ളിയും അതനുസരിച്ച് കൂടുതലെടുക്കുക. പിന്നെ ഈ പറയുന്ന തേങ്ങയാണെങ്കിലും നമ്മൾ അളവ് കൂടുതൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഒരു 2 പിടിക്ക് പകരം 4 പിടി ഇട്ടെന്ന് വെച്ച് കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 തണ്ട് ചീര എനിക്ക് ഉണ്ടായുള്ളൂ കേട്ടോ. അതാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തത്. ചീരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്യരുത്. വെള്ളം തൊടാതെ തന്നെ നല്ലപോലെ
നമുക്ക് ഈ ചീരയൊക്കെ കട്ട് ചെയ്ത ശേഷം ഇട്ട് കൊടുത്ത് വേവിക്കാം. വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചീര കഴുകി വൃത്തിയാക്കി വരുമ്പോൾ അതിൽ ചെറിയൊരു ജലാംശം ഉണ്ട്. അപ്പോൾ ആ ജലാംശത്തിൽ തന്നെ കിടന്നത് ആവിയിൽ വെന്ത് വരട്ടെ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മളിത് വേവിച്ചത് എങ്കിൽ കൂടിയും ഇട്ട് കൊടുക്കണം. 3/4 ടീസ്പൂൺ അളവിൽ നമുക്കിവിടെ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ചതച്ചതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മളിത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് ആവിയിൽ ചെറു തീയിൽ വേവിച്ചെടുക്കാം. ചീരയൊക്കെ ഇട്ടപ്പോൾ ചെറിയൊരു വേവ് ബാക്കി ഉണ്ടാവുമല്ലോ അതിൻ്റെ തണ്ടിനൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചേർത്ത ശേഷം 2 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. കണ്ടോ, വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചീര തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നോമ്പ് കാലത്ത് നോമ്പ് കഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അധികം വേവൊന്നുമില്ല. ആ ചെമ്മീൻ വേവുന്ന ആ ഒരു സമയം മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടാണ് നമ്മൾ ചെമ്മീൻ വേവിച്ചത് എങ്കിൽ കൂടിയും ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചീര കിട്ടുകയാണെങ്കിൽ, ചെറു ചെമ്മീനാണ് കിട്ടണമെങ്കിൽ എല്ലാം കൂടി ചേർത്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് സാമൂഹിക അകലമൊക്കെ പാലിച്ച് സേഫായിട്ടിരിക്കുക. എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.